Good morning. Let us start new topic, conservation laws. കൺസർവേഷൻ ലോസ് എന്താണെന്ന് നമുക്കൊക്കെ അറിയാം അല്ലേ? എന്താണ് കൺസർവേഷൻ ലോസ്? നമ്മൾ കുറേ കൺസർവേഷൻ ലോസ് പഠിച്ചിട്ടുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അല്ലേ? ഇങ്ങനെ കുറേ കൺസർവേഷൻ ലോസ് പഠിച്ചിട്ടുണ്ട്. ബേസിക്കലി എന്താണ് കൺസർവേഷൻ ലോ? ഒരു കൺസർവേഷൻ ലോ എന്ന് പറഞ്ഞാൽ എനിത്തിങ്, അതായത് ഇപ്പം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് അല്ലേ? അതായത് ടോട്ടൽ മാസ് ഓഫ് എ സിസ്റ്റം റിമൈൻസ് എ കോൺസ്റ്റന്റ്. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതുപോലെ ഏത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും കൺസേർവ്ഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രത്യേകിച്ച് നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ദാറ്റ് മീൻസ് അതിനെ നമുക്ക് എക്സസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഉള്ളതിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. പകരം എന്താണ്, ഉള്ളതിനെ തന്നെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് കൺസർവേഷൻ ലോസ് അല്ലേ? പക്ഷേ ഈ കൺസർവേഷൻ ലോസ് എന്ന് പറയുന്നത് ബേസിക്കലി സ്പേസ് ആൻഡ് ടൈമിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് കൺസർവേഷൻ ലോ. എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് സ്പേസ് ആൻഡ് ടൈമും കൺസർവേഷനും തമ്മിലുള്ള റിലേഷൻ? അതാണ് നമ്മൾ മെക്കാനിക്സിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വാട്ട് ഈസ് സ്പേസ് ആൻഡ് വാട്ട് ഈസ് ടൈം? സ്പേസ് ആൻഡ് ടൈം എന്ന് പറഞ്ഞത് നമുക്കറിയാം. ഇപ്പോൾ സ്പേസ് എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ സ്പേസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം, അതല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ 3 കോർഡിനേറ്റ്സ് യൂസ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ? ഒരു സ്പേസിൽ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, അതിൻ്റെ ഒറിജിൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയുടെ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം, വെലോസിറ്റി എന്ത് പറയണമെങ്കിലും നമുക്ക് എന്ത് വേണം? 3 കോർഡിനേറ്റ്സ് വേണം. ഇതൊരു 3 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ, ഒരു 3 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷനുള്ള ഒരു ഒരു സ്പേസിൽ നമ്മളൊരു പ്രോപ്പർട്ടി, ഒരു പാർട്ടിക്കിളിൻ്റെ പ്രോപ്പർട്ടിയെ പറയണമെങ്കിൽ നമുക്ക് അതിൻ്റെ 3 കോഓർഡിനേറ്റ്സ് നമ്മൾ പറയേണ്ടി വരും അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു സ്പേസ് എന്ന് പറയുന്നത്, പിന്നെ ടൈം എന്ന് പറയുന്നത് നമുക്കറിയാം. സ്പേസും ടൈമും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒത്തിരി ഇക്വേഷൻസും നമുക്കറിയാം അല്ലേ? വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ടൈമും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും സ്പേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, സ്പേസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസും പിന്നെ ഈ കൺസർവേഷൻ ലോസും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മെക്കാനിക്സിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമുക്കറിയാം ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആണ് അല്ലേ? അതിനകത്ത് ന്യൂട്ടൺസ് എത്ര ലോസ് ഓഫ് മോഷൻ ഉണ്ട്? 3 ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഇനേർഷ്യ എന്താ പറയുന്നത്? Every body continues in the state of rest or of uniform motion unless it is compelled by an external unbalanced force അല്ലേ? അത് നമ്മൾ +1 ക്ലാസ് മുതൽ പഠിക്കുന്നത്, കുഞ്ഞു ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. എന്താണ് ഈ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ്റെ ശരിക്കും? ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു പാർട്ടിക്കിള് നമ്മൾ ഒരു ഒബ്ജക്റ്റ് മാസുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മളൊരു സ്പേസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൽ എക്സ്റ്റേണലായിട്ട് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാതെ ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യില്ല? മൂവ് ചെയ്യില്ല. അതാണ് ഫസ്റ്റ് ലോ പറയുന്നത് അല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിള് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിലേക്ക് എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഈ എക്സ്റ്റേണൽ ഫോഴ്സ് എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ എക്സ്റ്റേണൽ ഏജൻസി പ്രൊവൈഡ് ചെയ്യണം അല്ലേ? അതല്ലാതെ ഒരു ഫ്രീ സ്പേസിൽ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിളിന് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ ആർക്ക് പറ്റില്ല? ഒരു ഫ്രീ സ്പേസിന് പറ്റില്ല. അതായത് സ്പേസ് എന്ന് പറയുന്നത് ഫോഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് കൊടുക്കുന്ന ഒരു ഏജന്റ് അല്ല അല്ലേ? അതാണ് അതിൻ്റെ ഫസ്റ്റ് ലോയുടെ ഒരു പോയിന്റ്. പിന്നെ വേറെ ഫസ്റ്റ് ലോയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾ യൂണിഫോം വെലോസിറ്റിയിലാണ് ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെങ്കിൽ, if a particle moves with uniform velocity, എന്താണ് ഇതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഒരു പാർട്ടിക്കിൾ റെസ്റ്റിലിരിക്കുന്ന ഒരു പാർട്ടിക്കിളിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിലിരിക്കുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഈ ഫോഴ്സ് എക്സ്റ്റേണലായിട്ട് കൊടുക്കുകയും വേണം. ഈ എക്സ്റ്റേണലായിട്ട് കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു സ്പേസിന് ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, ഈ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കുന്നിടത്തോളം കാലം, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാത്തിടത്തോളം കാലം ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്കറിയാവുന്ന കോൺസെപ്റ്റാണ്.
അപ്പോൾ ഇതിനെ നമ്മൾ ഒന്ന് മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്? വെലോസിറ്റി v ഈസ് ഈക്വൽ ടു, വാട്ട് ഈസ് വെലോസിറ്റി? ഇറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ, ദാറ്റ് ഈസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഫോർ യൂണിഫോം വെലോസിറ്റി നമുക്ക് എന്തറിയാം? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് അല്ലേ. അതായത് ഡി ആർ ബൈ ഡി ടി കോൺസ്റ്റൻ്റ് ആണ്. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇവിടെ ഡെൽറ്റ ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ ആർ എന്ന് പറയുന്ന അതിൻ്റെ അകത്തെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ചേഞ്ച് ആണ്. ഒരു സ്പേസിൽ ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു പാർട്ടിക്കിൾ കുറച്ച് ടൈം കഴിയുമ്പോൾ പുതിയൊരു പൊസിഷനിലേക്ക് മാറി. അതായത് R1 എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് R2 എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് മാറി. അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ ഡെൽറ്റ ആർ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡെൽറ്റ ആർ എന്ന് പറയുന്ന ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ശരിക്കും ഈ ഇക്വേഷൻ അനുസരിച്ച് ഇതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കണമെങ്കിൽ ഡെൽറ്റ ആർ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓർ there is a delta r but no change in delta r. Delta r എന്ന് പറയുന്നതിന് വീണ്ടും ഒരു ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. ദാറ്റ് മീൻസ് സ്പേസ് ഈസ് ഹോമോജീനിയസ് അല്ലേ. സ്പേസ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആയിരിക്കണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ടൈം. ടൈം എന്ന് പറയുന്നത് നമുക്കറിയാം, ടൈം എന്ന് പറയുന്നത് അതും ചേഞ്ച് ചെയ്യാം. പക്ഷേ ടൈമിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? T2 മൈനസ് ടി. അതായത് ഇതിൻ്റെ അനാലിസിസ് കംപ്ലീറ്റ് നടക്കുമ്പോൾ T1 to T2 എന്ന് പറയുന്ന ഒരു ടൈം വരെ അത് ചേഞ്ച് ചെയ്യുന്നു. പക്ഷേ ഈ ടൈം നടക്കുന്നത് ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിലായിരിക്കണം. അതായത് ടൈം ഇൻ്റർവെല്ലിന് വീണ്ടും ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ v ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് നമുക്ക് ഈ ഫസ്റ്റ് ലോയിൽ നിന്ന് കിട്ടുന്ന രണ്ട് കണ്ടീഷൻ. അതായത് ഡെൽറ്റ ആർ എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് സ്പേസിലായിരിക്കണം അത് അപ്ലൈ ചെയ്യുന്നത്. ടൈം എന്ന് പറയുന്നത് ഇൻവേരിയൻ്റ് ആയിരിക്കണം, ഓർ ടൈമിന് ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ദെൻ അടുത്തത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പറയുന്നത് എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് ലോ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം F is proportional to dp by dt അല്ലേ. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ്. അതാണ് നമ്മളുടെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെയാണ് ഈ രീതിയിൽ ഇതിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നത്? ഡി പി മീൻസ് linear momentum, then F is equal to dp by dt means d by dt of p is mass into velocity. That's equal to mass into dv divided by dt. What is dv by dt? That is acceleration m into e. Equation F is equal to ma. ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ സ്പേസിന്റെ ടേംസിൽ എഴുതണമെങ്കിൽ F is equal to m into d square r divided by dt square എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തും നമുക്കുള്ള രണ്ട് വേരിയബിളായിട്ട് നമ്മുടെ രണ്ട് ക്വാണ്ടിറ്റി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് സ്പേസും ടൈമുമാണ്. ഈ സ്പേസ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഡിസ്പ്ലേസ്മെൻ്റ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്ന ആർ ആണ്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് ടി ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ആദ്യം ടൈമിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ടൈം എന്ന് പറയുന്നത് പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. അപ്പോൾ മൂന്ന് കേസിൽ നമ്മൾ ഈ ടൈമിനെ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ടൈമിൻ്റെ T1 അത് ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നമുക്ക് ടൈമിനെ T2 എന്നും അതിൻ്റെ പാസ്റ്റിലേക്ക് പോകുമ്പോൾ ടൈമിനെ -T1 എന്നും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അതായത് ഒരു ടൈം തന്നെ +t ആൻഡ് -t, നമ്മൾ എടുക്കുന്ന പോയിന്റിൽ നിന്ന് +t ആൻഡ് -t എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റ് ടൈമിൻ്റെ കേസിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ടൈം വേരി ചെയ്യുന്നതിനനുസരിച്ച് മുൻപോട്ടോ പിൻപോട്ടോ ടൈം വേരി ചെയ്യുന്നതിനനുസരിച്ച് എന്തിന് ചേഞ്ച് വരില്ല? ഈ ലോയ്ക്ക് ചേഞ്ച് വരില്ല. ദാറ്റ് ഈസ് ടൈം -t ആയാലും +t ആയാലും ഈ ലോ വാലിഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ പൊസിഷനും ഡിസ്പ്ലേസ്മെൻറ്റിനും ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ എലോങ് എക്സ് ആക്സിസ് ആണെങ്കിലും അതിൻ്റെ റിഫ്ലക്ഷൻ എലോങ് -x ആക്സിസ് ആണെങ്കിലും y ആക്സിസ് അതിൻ്റെ റിഫ്ലക്ഷൻ എലോങ് -y ആണെങ്കിലും z അതിൻ്റെ റിഫ്ലക്ഷൻ എലോങ് -z. അതായത് ഈ പൊസിഷൻ എന്ന് പറയുന്നത് r എന്ന് പറയുന്നത് -r ആയാലും അതിന് എന്ത് ചേഞ്ച് വരില്ല? ഇതിൻ്റെ ഫോഴ്സിന് ചേഞ്ച് വരില്ല. ഓക്കെ, ഇപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ടൈമിൻ്റെയോ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയോ റിഫ്ലക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ലോ ഇൻവാലിഡ് ആവില്ല, ലോ ഈസ് വാലിഡ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, സെക്കൻഡ് ലോയ്ക്കകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്
പൊസിഷൻ ആൻഡ് ടൈം അതിൻ്റെ റിഫ്ലക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് പ്ലസ് ടി ഓർ മൈനസ് ടി എടുത്തു കഴിഞ്ഞാൽ ലോ ഈസ് വാലിഡ്. ക്ലിയർ ആയോ? അപ്പോൾ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ആ ഫസ്റ്റ് ലോയ്ക്കകത്ത് നമ്മൾ പറയുന്നത് ഒരു പാർട്ടിക്കിളിലെ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അതല്ലെങ്കിൽ റെസ്റ്റിലിരിക്കുന്ന ഒരു പാർട്ടിക്കിൾ ഇറ്റ് കണ്ടിന്യൂസ് ടു ബി ഇൻ റെസ്റ്റ്. ഓക്കെ. സെക്കൻഡ് ലോയ്ക്കകത്ത് നമ്മൾ പറയുന്നത് അതിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ടൈം, അതിൻ്റെ അകത്ത് രണ്ടിൻ്റെയും റിഫ്ലക്ഷൻ ഓർ പാസ്റ്റ് ഓർ പ്രസൻറ്റ് കണ്ടീഷൻ അതല്ലെങ്കിൽ ഫ്യൂച്ചർ കണ്ടീഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ എന്തിനു ചെയ്യുന്നില്ല, ഈ ലോ വാലിഡ് ആണ്. പ്രാക്ടിക്കലി ഇത് പോസിബിൾ അല്ല. പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷെ തിയററ്റിക്കലി പ്ലസ് ടി ആൻഡ് മൈനസ് ടി എന്ന് പറയുന്നത് എന്തല്ല, ഇതിൻ്റെ ഇക്വേഷൻ വാലിഡ് ആണ്. ഓക്കെ. അപ്പം ഇതിൻ്റെ ബേസിൽ ഇപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഏതൊക്കെയാണ്? ടൈം എന്ന് പറയുന്നത് എല്ലായിടത്തും സെയിം ഇൻ്റർവെൽ ആയിരിക്കണം. അതായത് ടൈമിൻ്റെ ഇൻ്റർവെൽ സെയിം ആയിരിക്കണം. ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ബി ഐസോട്രോപിക്. ദെൻ പൊസിഷൻ ഷുഡ് ബി ഹോമോജീനിയസ്. ഓക്കെ, നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ടൈം മൈനസ് ടി ടു പ്ലസ് ടി വരുമ്പം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റിഫ്ലക്ഷൻ വരുമ്പോൾ അതിൻ്റെ ഫോഴ്സിന് അല്ലെങ്കിൽ ഈ ലോ വാലിഡ് ആണ് അല്ലേ? ഓക്കെ. ദെൻ അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രീ സ്പേസ് ഈസ് ഇൻവേരിയൻറ്റ് വിത്ത് ടൈം. അതുതന്നെയാണ് ഡെൽറ്റ ആർ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അതിൻ്റെ ഫോഴ്സിന് ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം ഈ 3 കാര്യങ്ങൾ വെച്ചിട്ട് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ, ടൈമിൻ്റെ, പിന്നെ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കൺസർവേഷൻ ലോസ് ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ആൻഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ. അതിനകത്ത് ഫസ്റ്റ് വൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. അത് എന്താണെന്ന് നമുക്കറിയാം. ലീനിയർ മൊമെൻറ്റം കൺസർവേഷൻ എന്താണെന്ന് നമുക്കറിയാം. ലീനിയർ മൊമെൻറ്റം പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ബി. ഇതിൻ്റെ ലീനിയർ മൊമെൻറ്റം കൺസർവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ അകത്ത് ഡി പി ബൈ ഡി ടി, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് എ കോൺസ്റ്റൻ്റ് ആണ്. അത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 0 ആണ്. ദാറ്റ് മീൻസ് എക്സ്റ്റേണൽ ഫോഴ്സ്, നമ്മൾ ആദ്യം ഫസ്റ്റ് ലോ ഓഫ് മോഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ ഓർ ആ പാർട്ടിക്കിളിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ അകത്ത് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം അല്ലേ? എങ്ങനെയാണത്? എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 0. ദാറ്റ് മീൻസ് നമുക്ക് അതിൽ നിന്ന് സെക്കൻഡ് ലോയ്ക്കകത്ത് നമുക്കൊരു ഡെറിവേഷൻ ഉണ്ട്, എക്സ്പ്രഷൻ ഉണ്ട്. എഫ് ഫോഴ്സ് എക്സ്റ്റേണൽ എന്ന് പറയുന്നത് ഡി പി ഡിവൈഡഡ് ബൈ ഡി ടി. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് 0 മീൻസ് ഡി പി ബൈ ഡി ടി ഈക്വൽ ടു 0. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡെറിവേറ്റീവ് 0 എന്ന് പറഞ്ഞാൽ പി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് പി ഈസ് ഈക്വൽ ടു എം വി എന്ന് പറയുന്ന ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. എപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 0 ആണെങ്കിൽ. അതാണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റവും ഐസോട്രോപ്പിയും തമ്മിലുള്ള റിലേഷൻ, ഹോമോജനിറ്റി ഓഫ് സ്പേസും ടൈമും ഒക്കെ തമ്മിലുള്ള റിലേഷൻ. അത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്താണ്? ഇനി നെക്സ്റ്റ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ആംഗുലാർ മൊമെൻറ്റം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് റൊട്ടേഷണൽ ഇൻവേരിയൻസ് ഓഫ് ലീനിയർ മൊമെൻറ്റം അല്ലേ? അപ്പോൾ അത് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ റൊട്ടേഷണൽ പാർട്ട് വരുമ്പം അതിൻ്റെ എന്താണ് റൊട്ടേഷണൽ പാർട്ട് വരുമ്പോൾ അതിൻ്റെ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെൻറ്റം ആണ് ആംഗുലാർ മൊമെൻറ്റം. അതിൻ്റെ ഇൻവേരിയൻസ് അല്ല, അനലോഗ്. അപ്പോൾ ലീനിയർ മൊമെൻറ്റത്തിൽ നമ്മൾ പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി എന്ന് പറയും. ഒരു പാർട്ടിക്കിൾ ലീനിയർ മൂവ്മെൻറ്റ് നടത്തുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആണെങ്കിൽ ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഒരു പാർട്ടിക്കിൾ റൊട്ടേഷണൽ മോഷനാണ് നടത്തുന്നതെങ്കിൽ ആ പാർട്ടിക്കിളിൽ ഉണ്ടാകുന്ന മൊമെൻറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ആംഗുലാർ മൊമെൻറ്റം. ദെൻ വാട്ട് ഈസ് ആംഗുലാർ മൊമെൻറ്റം? ആംഗുലാർ മൊമെൻറ്റം എൽ ഈക്വൽ ടു ഐ ഒമേഗ അല്ലേ? അതായത് ഒരു റൊട്ടേഷണൽ മോഷനിൽ ഫോഴ്സിന് അനലോഗായിട്ട് നമ്മൾ പറയുന്നത് ടോർക്കാണ്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞതുപോലെ തന്നെ എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ അതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്ന ആംഗുലാർ മൊമെൻറ്റം
കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? dl/dt അല്ലെ, നമുക്കറിയാം, വിച്ച് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് L ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ദെൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി കൺസർവേഷൻ നമുക്കറിയാം, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. അതിനെ തന്നെ നമ്മൾ വേറൊരു ഫോമിൽ പറയാം, ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ദെൻ വാട്ട് ഈസ് ടോട്ടൽ എനർജി? അതായത് ടോട്ടൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്, ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഈ ഓരോ ലോയും, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ആൻഡ് കൺസർവേഷൻ ഓഫ് എനർജി, ഇതെങ്ങനെയാണ് സ്പേസും ടൈമും ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് സ്പേസ് എന്ന് പറയുന്നത് ലീനിയർ യൂണിഫോമിറ്റി ഓഫ് സ്പേസ്, അതായത് സ്പേസ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതിൻ്റെ അകത്ത് ലീനിയർ യൂണിഫോമിറ്റി ഓഫ് സ്പേസ് എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആണ്. പിന്നെ അതുപോലെ തന്നെ ലീനിയർ യൂണിഫോമിറ്റി ഓഫ് സ്പേസ് നമ്മൾ എന്ന് പറഞ്ഞാൽ ആ ആർ എന്ന് പറയുന്ന പൊസിഷൻ ഹോമോജീനിയസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞ കാര്യം കേട്ടോ. അതുപോലെ തന്നെ റൊട്ടേഷണൽ ഇൻവേരിയൻസ് ഓഫ് സ്പേസ് എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ആണ്. അതുപോലെ തന്നെ ടൈമിൻ്റെ കേസിൽ ഹോമോജിനിറ്റി ഓഫ് ടൈം എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. അത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇതൊന്ന് നോക്കിയിട്ടിരിക്കുക.